നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നമാണ് എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ്. പല ആളുകളും പറയാറുണ്ട് മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട്, അതിനുള്ള എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ മെമ്മറി ഫുള്ളാകുന്ന സമയത്ത്, നമ്മുടെ സ്റ്റോറേജ് ഫുള്ളാകുന്ന സമയത്ത് എല്ലാ ഫോട്ടോയും വീഡിയോ എടുത്ത് നമ്മൾ സെലക്ട് ചെയ്ത് അങ്ങ് ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മൾ ആവശ്യമുള്ളൊരു ഫോട്ടോ ആണ് ഡിലീറ്റ് ആയി പോയതെന്ന്. പക്ഷേ നമുക്ക് അത്തരത്തിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് പോയ ഫോട്ടോ, വീഡിയോ, ഓഡിയോ ഒക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കിത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ പ്രത്യേകിച്ച് സൗകര്യമൊന്നുമില്ല. നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് ഈ ഒരു ആപ്പ് പണം കൊടുത്ത് വാങ്ങാനുള്ള കുറച്ച് പരസ്യങ്ങളാണ്. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യേണ്ട. ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കണ്ടിന്യൂ വിത്ത് ആഡ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. അതായത് നമുക്ക് ഈ ഒരു ആപ്പ് ഫ്രീ ആയി ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് പരസ്യം കാണണം. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂ വിത്ത് ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഏറ്റവും മുകളിൽ കാണുന്ന വലതു ഭാഗത്തേക്കുള്ള ഈ അരോ മാർക്കിൽ ഇത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ കാണാം. ഇവിടെ ഇമേജ്, വീഡിയോസ്, ഓഡിയോസ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ ഞാനിപ്പോൾ ഇമേജ് കാണിച്ചു തരാം. ഇതേ മെത്തേഡ് തന്നെയാണ് നമുക്ക് വീഡിയോസിൻ്റെ ഭാഗത്തും ഓഡിയോസിൻ്റെ ഭാഗത്തും ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇമേജ് ഭാഗത്ത് എങ്ങനെയാണിത് ഒരു ഇമേജ് റിക്കവർ ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇമേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ഇമേജ് ഭാഗത്ത് ഇതാ ഇവിടെ ഫയൽ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് ഫയലുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും സമയം ഇതിനെടുക്കും. നിങ്ങളിത് മുഴുവനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഫയലുകൾ മുഴുവനായിട്ട് സ്കാൻ ചെയ്യുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് പിടിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം 22,041 ഫയൽ സ്കാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇതുപോലൊരു ഓപ്ഷൻ. ഇവിടെ ഗോട്ട് ഇറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോയ എല്ലാ ഫോട്ടോസും ഇതിനകത്തുണ്ട്. ഓർക്കുക, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് പോയ ഫോട്ടോസും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഉള്ള ഫോട്ടോസും ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഫോട്ടോ നിങ്ങൾ തിരഞ്ഞു പിടിച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസൊക്കെ കാണും. കണ്ടെത്തിയ ശേഷം നിങ്ങൾ ആ ഫോട്ടോയിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് റിക്കവർ എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് തിരിച്ചെടുത്തിട്ടുണ്ട്, റിക്കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസുകൾ ഉണ്ടെങ്കിൽ അത്രയും ഫോട്ടോസുകൾക്ക് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു ബോക്സ് കാണും, നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ബോക്സ്. അതിലൊന്ന് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് റിക്കവർ ചെയ്യപ്പെടുകയും ചെയ്യും. വളരെ സിമ്പിളാണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലെയാണ് നിങ്ങൾക്ക് വീഡിയോസും ഓഡിയോസും ഡോക്യുമെൻറ്റ്സും ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.